Bismillahirrahmanirrahim. Alhamdulillah. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdi. Wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവിൻ്റെ ദീൻ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ പഠനം നടത്തുകയും തഖ്വയോടെ മുവഹിദുകളായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ആലമുൽ ബർസഖ് എന്താണ് എന്നും അവിടെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള സുഖാനുഭൂതികൾ, സത്യനിഷേധികളെയും മുനാഫിക്കുകളെയും കാത്തിരിക്കുന്ന കടുത്ത യാതനകളും ഖബർ ശിക്ഷയും, ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് നാം നേരത്തെ മനസ്സിലാക്കിയത്. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ്. അവനത് കൃത്യമായി നമ്മുടെ കണ്ണിൽ കാണുന്നത് പോലെ മരണം മുതൽ പിന്നീട് നടക്കുന്ന ഓരോ കാര്യങ്ങളും, സത്യവിശ്വാസികളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്, സത്യനിഷേധികളുടേത് എങ്ങനെയാണ് എന്ന് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഹൃദയമുള്ളവരുടെ ഹൃദയങ്ങൾ പാറിപ്പോകാൻ തക്കവണ്ണം ഗൗരവത്തോടെയാണ് നിഷേധികളുടെ മരണാനന്തര ജീവിതത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് ജീവൻ നൽകിയതും അല്ലാഹുവാണ്. നമ്മെ മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് മരണാനന്തരം എന്ത് എന്ന് നിർണയിക്കുന്നതും അവൻ തന്നെ ആയിരിക്കണം. മരിച്ചതിന് ശേഷം ഒന്നുമില്ല, മണ്ണടിഞ്ഞു പോകുമെന്ന് പറയുന്ന നിഷേധികളുണ്ട്. മക്കയിലുമുണ്ടായിരുന്നു മുശ്രിക്കുകളിൽ ധാരാളം ആളുകൾ അത്തരത്തിൽ. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനുള്ള ചില അനുഭവങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ശരീരമില്ലെന്ന്. എന്നാൽ ഇസ്ലാം കൃത്യമായി പറയുന്നത്, എല്ലാ റസൂലുമാരും പഠിപ്പിച്ചത്, പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത് ശരീരവും ആത്മാവും ഒരുമിച്ച് നാളെ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ള വസ്തുതയാണ്. ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ വൽ മൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. കാര്യങ്ങൾ കേട്ടു പഠിക്കുന്നവർ മാത്രമാണ് പ്രബോധനങ്ങൾക്ക് ഉത്തരം നൽകുക. മരണപ്പെട്ടവരാകട്ടെ അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഉയിര് കൊടുത്ത്, ജീവൻ കൊടുത്ത് അവരെഴുന്നേൽപ്പിക്കും. പിന്നീട് അവർ അവങ്കലേക്ക് മടക്കപ്പെടുന്നവരാണ്. സൂറത്തുൽ അൻആമിലെ 36-ാമത്തെ ആയത്ത്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, മുഴുവൻ മനുഷ്യരെയും അവരെ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ, മരണം വരെ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, നന്മയാണെങ്കിലും ദോഷമാണെങ്കിലും തിന്മയാണെങ്കിലും അത് വ്യക്തമായി അവരെ അറിയിക്കും. അഹ്സാഹുല്ലാ, അള്ളാഹു അത് ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ നന്മകൾ, നമ്മുടെ തിന്മകൾ, ഇതെല്ലാം അള്ളാഹു ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വനസൂഹു, അവർ അത് മറന്നുപോയി. മനുഷ്യരൊക്കെ അവർ ചെയ്ത അമലുകളെക്കുറിച്ച് മറന്നുപോയി. അള്ളാഹു ഒന്നും മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, നമുക്ക് പിന്നലത്തെ അമലുകൾ പോലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല.
കഴിഞ്ഞ മാസത്തതോ കഴിഞ്ഞ വർഷത്തതോ നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അള്ളാഹു ഒന്നും മറന്നുപോയിട്ടില്ല, നമ്മളൊക്കെ മറന്നുപോയി. അള്ളാഹു എല്ലാ അമലുകളും നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ കൊണ്ടുവന്ന മുഴുവൻ നന്മകളും തിന്മകളും അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു അറിയിക്കും, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ്. സൂറത്തുൽ മുജാദലയിലെ 6-ാമത്തെ ആയത്ത്. ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്തുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ആ തിരിച്ചുപോക്കിന് ശേഷമാണ് ഓരോ നഫ്സും, ഓരോ ആത്മാവും, ഓരോ ശരീരവും, ഓരോ വ്യക്തിയും പൂർണ്ണമായി പ്രതിഫലം നൽകപ്പെടുന്നത്. വഹും ലാ യുദ്ലമൂൻ, അവർ ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്ത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ. മനുഷ്യൻ നശിച്ചു പോകട്ടെ, കാരണം എന്തൊരു നിഷേധമാണ് അവൻ കാണിക്കുന്നത്, എന്തൊരു കുഫറാണ് അവന്റെ ജീവിതത്തിലുള്ളത്. മാ അക്ഫറ, അവൻ ചിന്തിക്കണം ഏതൊന്നിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, ഒരു ബീജത്തിൽ നിന്നാണ് അവനെ നാം സൃഷ്ടിച്ചത്. സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നെ നാം അവനെ മരിപ്പിക്കുകയും അവനെ ഖബറിലാക്കുകയും ചെയ്തു. സുമ്മ ഇദാ ശാഅ അൻശറ, പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഖബറിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒരു കൃത്യമായ ക്രമം നമുക്ക് വെച്ചിട്ടുണ്ട്. സൂറത്ത് അബസയിലെ ആദ്യ ഭാഗത്ത് 22 വരെയുള്ള 20 മുതൽ 22 വരെയുള്ള ആയത്തുകൾ. സൂറത്തുൽ ഖമറിൽ തുടങ്ങുന്നത് ഇഖ്തറബത്തിസ് സാഅത്തു വൻശഖൽ ഖമർ, ഖിയാമത്ത് നാൾ, അന്തിമ നാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം നമുക്കറിയാം. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മൾ എണ്ണി വരികയാണ്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലതസ് സാഅത്തി ശൈഉൻ അളീം, ലോകാന്ത്യത്തിന്റെ പ്രകമ്പനം ഗൗരവമേറിയ ഒരു സംഗതിയാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, ആ ദിവസത്തെ നിങ്ങൾ ഖിയാമത്തിനെ കാണുന്ന ദിവസമുണ്ടല്ലോ, അന്ന് മുലയൂട്ടുന്ന ഓരോ പെണ്ണും തന്റെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അവഗണിക്കുന്ന ദിവസമാണ്. വതലൗ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ, ഗർഭിണികളെല്ലാം സമയമെത്തിയിട്ടില്ലെങ്കിലും പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ, ജനങ്ങളെ ലഹരി ബാധിച്ചവരായി നിനക്ക് കാണാം, എന്നാൽ അവർ ലഹരി ബാധിതരല്ല. എല്ലാവരും ലഹരി ബാധിതരെ പോലെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ, പരിസരബോധമില്ലാതെ വെപ്രാളത്തിലും ബേജാറിലും കഴിച്ചുകൂട്ടുന്ന സന്ദർഭമാണ് ലോകാന്ത്യം എന്ന് പറയുന്നത്. വലാകിന്ന അദാബല്ലാഹി ശദീദ്, എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിനമാണ്. സൂറത്തുൽ ഹജ്ജിലെ 1ഉം 2ഉം ആയത്തുകൾ. പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമുകൾ ഖുർആനിലെ ഇത്തരം നിരവധി ആയത്തുകൾ, ദശക്കണക്കിന് ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ടും സ്വഹീഹായ ധാരാളം ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടും പരലോകം എന്താണ്, ഖബറിന് ശേഷം ഉയിർത്തെഴുന്നേൽപ്പും ആ ഉയിർത്തെഴുന്നേൽപ്പോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഓരോ കാര്യങ്ങളും എപ്രകാരമുള്ളതാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് യോജിപ്പുണ്ട്, ഇജ്മാഉണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നടക്കും? ആദ്യമായി ഖബറിൽ നിന്ന് എല്ലാവരും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഈ ആകാശവും ഭൂമിയും അത് രണ്ടുമല്ലാത്ത, അത് രണ്ടും ചേർത്ത് പരന്ന ഒരു പുതിയ പ്രദേശമായി, ഒരു തളിക പോലെ ഒരു പുതിയ പ്രദേശമാക്കി മാറ്റും. പിന്നീട് എല്ലാവരെയും അവരുടെ ഖബറിടങ്ങളിൽ നിന്നും ഉയിർത്തെഴുന്നേൽപ്പിച്ച് മഹ്ശർ എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് കൊണ്ടുവരും. അവിടെ അവരെ ഒരുമിച്ച് കൂട്ടും. അതിനുശേഷം വിചാരണയുണ്ടാകും. അവിടെ അവരുടെ അമലുകൾ, അതേപോലെ തന്നെ അവരുടെ അമലുകൾ രേഖപ്പെടുത്തിയ രേഖകൾ, അതേപോലെ അവരെ തന്നെയും അവിടെയുള്ള മീസാനുകളിൽ തൂക്കും. അതേപോലെ തന്നെ മഹ്ശറിൽ സിറാത്ത് എന്ന് പറയുന്ന സവിശേഷമായ ഒരു പാലമുണ്ട്. അവിടെ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഓരോ അമ്പിയാക്കൾക്കും പ്രത്യേകമായ ഹൗലുകളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കൃത്യമായി നടക്കുമെന്നും അതിനുശേഷം സിറാത്ത് എന്ന പാലത്തിലൂടെ അവർ സ്വർഗത്തിലേക്ക് സത്യവിശ്വാസികൾ ആനയിക്കപ്പെടുമെന്നും നിഷേധികൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നുമെല്ലാം കൃത്യമായി ഇന്ന കാര്യങ്ങളാണ് ഖബറിൽ ആലമുൽ ബർസഖിൽ നിന്ന്
കഴിഞ്ഞാൽ പിന്നീട് നടക്കാനിരിക്കുന്നത് എന്നും വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. മഹ്ശറിന്റെ മണ്ണിൽ ജനങ്ങളെല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂട്ടും. പിന്നീട് ദിവസങ്ങളില്ല, രാവും പകലുമില്ലാത്തത് കൊണ്ട് 1, 2, 3 എന്നിങ്ങനെ ദിവസം എണ്ണാൻ കഴിയില്ല. ഒരൊറ്റ നൃത്തമാണ് അവിടെ. അവിടുത്തെ ഒരു ദിവസത്തിന് പോലും 50,000 വർഷത്തിന്റെ ദൈർഘ്യമെന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. സൂര്യൻ തലക്ക് മീതെ കത്തിജ്വലിക്കും. വളരെ അടുത്ത്, വളരെ ചാണകലത്തിലേക്ക് മാത്രം സൂര്യൻ ജ്വലിച്ചെത്തുന്ന സന്ദർഭമാണ്. ജനങ്ങൾ വിയർപ്പിൽ മുങ്ങും. അവരുടെ പാപത്തിന്റെ അളവനുസരിച്ചാണ്, കർമ്മങ്ങളുടെ തോതനുസരിച്ച് ചിലർ നെരിയാണി വരെ വിയർപ്പിലായിരിക്കും, മറ്റു ചിലർ കാൽമുട്ടുവരെ, ചിലർ അരവരെ, ചിലർ കഴുത്തുവരെ. അങ്ങനെ കൊടുമ്പാവികൾ കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങി അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി വെപ്രാളത്തോടുകൂടി ബേജാറായി നിൽക്കുന്ന സമയം സ്വർഗം നിശ്ചയിക്കപ്പെട്ട മഹാഭാഗ്യവാന്മാരാരാണോ അവർക്കും അള്ളാഹു അടുത്തേക്ക് കൊണ്ടുവന്ന് ജ്വലിപ്പിക്കുന്ന സൂര്യനുമിടയിൽ സവിശേഷമായ ഒരു തണൽ അള്ളാഹു ഇട്ടുകൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു തണൽ നൽകുമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഓരോന്നും പ്രത്യേകം എടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഓരോ ഭാഗങ്ങളുമാണ് ഇനി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യമായി ഇങ്ങനെ ഒരു മരണാനന്തര ജീവിതം ഉണ്ട് എന്നുള്ളത് സംശയമില്ലാതെ വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് സത്യമായതുപോലെ, നിങ്ങൾ സംസാരിക്കുന്നു എന്നത് സത്യമായതുപോലെ, വർത്തമാനം പറയുന്നത് സത്യമായതുപോലെ, ലോകാന്ത്യവും സത്യമാണ് എന്ന് ഖുർആൻ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നത് സത്യമാണ് എന്നതുപോലെ ലോകാന്ത്യവും സത്യമാണ്. എന്നാൽ സത്യനിഷേധികൾ ഇതിനെ എന്നും തള്ളിക്കളഞ്ഞു. അയായിദുക്കും അന്നക്കും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇലാമ അന്നക്കും മുഖ്റജൂൻ. പ്രവാചകന്മാരോടും സത്യവിശ്വാസികളോടും എക്കാലത്തും നിഷേധികൾ ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ താക്കീത് ചെയ്യുകയാണോ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? മരിച്ചു കഴിഞ്ഞാൽ മണ്ണും എല്ലുമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും എല്ലാവരും പുറത്തേക്ക് കൊണ്ടുവരപ്പെടും എന്നാണോ നിങ്ങൾ പറയുന്നത്? ഹൈഹാത്ത് ഹൈഹാത്ത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. വിദൂരമായ നടക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ലിമാ തുഅദൂൻ, നിങ്ങൾ താക്കീത് ചെയ്യുന്ന ഈ സംഗതി മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും, പിന്നീട് സ്വർഗമോ നരകമോ നിശ്ചയിക്കപ്പെടും എന്ന് നിങ്ങൾ പറയുന്നതൊക്കെ കളവാണ്. അത് നടക്കാത്ത കാര്യമാണ്. ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ, നമുക്കുള്ളത് ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ്. നമൂതു വനഹ്യ, ഇവിടെ നമ്മൾ മരിക്കുന്നു, ജീവിക്കുന്നു. വമാ നഹ്നു ബിമബ്ഊസീൻ, ഒരിക്കലും മരണത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നാണ് സത്യനിഷേധികൾ, യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിലെ 35-37 ആയത്തുകളിൽ നിഷേധികളുടെ ഈ അവകാശവാദം കാണാം. വീണ്ടും ഖുർആൻ സൂറത്തു സബയിലെ 7-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറഞ്ഞു, ഹൽ നദുല്ലുക്കും അലാ റജുലിൻ, ഒരു മനുഷ്യനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. കളിയാക്കാണ് മുശ്രിക്കുകൾ റസൂലിനെ കുറിച്ച്. എന്താ? യുനബ്ബിഉക്കും, ആ റസൂൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇദാ മുസ്ഖ്തും കുല്ല മുമസ്സഖ് ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്, എല്ലാ ശിഥിലമായതിനു ശേഷം, നിങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേർന്നതിനു ശേഷം, പൊടിപൊടിയായതിനു ശേഷം വീണ്ടും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. മുഹമ്മദ് നബിയെ പരിഹസിച്ചുകൊണ്ട് കാഫിറുകൾ പ്രസ്താവിക്കുകയുണ്ടായി. ഖുർആൻ അവരുടെ ആ തനിനിറം എടുത്തു കാണിക്കുന്നു. വീണ്ടും ഖുർആൻ പറയുന്നു, വഖാലു, കാഫിറുകൾ പറഞ്ഞു, ഐദാ കുന്നാ ഇളാമൻ വറുഫാത ഐനാ ലമബൂസൂന ഖൽഖൻ ജദീദ, ഞങ്ങൾ എല്ലുകളും അതേപോലെ നുരുമ്പിയ പൊടികളുമായതിനു ശേഷം വീണ്ടും ഞങ്ങൾ പുതിയൊരു സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണോ പറയുന്നത്? സൂറത്തുൽ ഇസ്രായിൽ 49-ാമത്തെ ആയത്തിൽ കാഫിറുകളും അതേപോലെ തന്നെ യുക്തിവാദികളും ചോദിക്കുന്ന ചോദ്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ ഐനാ ലമബൂസൂൻ, ഞങ്ങൾ മണ്ണും എല്ലുമായതിനു ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ മരിച്ചതിന് ശേഷം? അവ ആബാഉനൽ അവ്വലൂൻ, അതേപോലെ ഞങ്ങളുടെ മരിച്ചുപോയ പഴയ പിതാക്കളും പ്രപിതാക്കന്മാരും ഒക്കെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? ഖുൽ, പറയുക നബിയെ, നഅം, അതെ, വഅൻതും ദാഖിറൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, നിങ്ങൾ നിന്ദ്യരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന മറുപടിയും കാണാം സൂറത്തു സ്വാഫാത്തിലെ 16-18 ആയത്തിൽ. വീണ്ടും ഖുർആൻ പറഞ്ഞു സൂറത്തു നഹ്ലിലെ 38-ൽ, വഖസമൂ ബില്ലാഹി ജഹദ ഐമാനിഹിം, അവർ അല്ലാഹുവിന്റെ പേരിൽ അങ്ങേയറ്റം ശക്തിയായി ആണയിട്ടുകൊണ്ട് പറഞ്ഞു, ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരണപ്പെട്ടവരെ ഒരിക്കലും അല്ലാഹു എഴുന്നേൽപ്പിക്കുകയില്ല. ബല,
എന്നാൽ അതല്ല കാര്യം. വഅദൻ അലൈഹി, അവർക്കുള്ള വാഗ്ദാനമാണ്. ഹഖൻ, സത്യമായിട്ടുള്ള വാഗ്ദാനമാണ്. അതായത് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്നത് സത്യമാണ് എന്ന മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറുകൾക്ക് നൽകിയത്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ ജനങ്ങളിൽ ഭൂരിപക്ഷവും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കാര്യമായി മനസ്സിലാക്കുന്നില്ല. ഖുർആൻ പറഞ്ഞെന്താ? ബലാ വഅദൻ അലൈഹി ഹഖ്ഖാ, എന്നാൽ അത് സത്യമായ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു കരാറാണ് എന്നാണ്. സൂറത്തു തഗാബുനിലെ 7-ാമത്തെ ആയത്തിൽ കാണാം, സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു, സത്യനിഷേധികൾ ജൽപ്പിച്ചു ഒരിക്കലും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നും. ഖുൽ, പറഞ്ഞു കൊടുക്കണം, ബലാ വറബ്ബി, അതെ എന്റെ റബ്ബ് തന്നെ സത്യം, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല കാര്യം. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, എന്റെ റബ്ബാണ് സത്യം. വറബ്ബി ലതുബഅസുന്ന, തീർച്ചയായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ, നന്മയാണെങ്കിലും ശരി തിന്മയാണെങ്കിലും ശരി, നിങ്ങൾ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും അന്നേരം നിങ്ങൾ അറിയിക്കപ്പെടുകയും ചെയ്യും. വദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിന് ആ കാര്യം എളുപ്പമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു കാഫർ വന്നു. എന്നിട്ട് അയാളുടെ കയ്യിൽ എപ്പോഴോ ചത്തുപോയ അറുത്തിട്ട ഒരു ഒട്ടകത്തിന്റെ നുരുമ്പിയ എല്ലിന്റെ കഷ്ണമുണ്ടായിരുന്നു. ആ എല്ലിന്റെ കഷ്ണവുമായി നബിയുടെ അരികിലേക്ക് വന്നു. വാതാഹു ബിഅൽമിൻ ഖദ് ബലിയ, നുരുമ്പിയ ഒരു എല്ലിൻ കഷ്ണവുമായി ഒരു കാഫർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. ഫഫത്തഹു ബിയദിഹി, തന്റെ കൈകൊണ്ട് അതിങ്ങനെ ഞെരടി പൊടിച്ചു. ഒരു ഒട്ടകത്തിന്റെ നുരുമ്പിയ എല്ലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഇങ്ങനെ കൈകൊണ്ട് ഞെരടി അത് പൊടിയാക്കി മാറ്റി. എന്നിട്ട് ഫഖാല, അയാൾ ചോദിച്ചു, അതറാ യുഹീല്ലാഹു ഹാദാ ബഅദമാ റമ്മ, ഇങ്ങനെ പൊടിയായതിനു ശേഷം ഇതിനെ അല്ലാഹു വീണ്ടും ഒരു ഒട്ടകമാക്കി ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, നഅം, അതെ. വയബ്അസുക വയുദ്ഖിലുക നാർ, നിന്നെ അല്ലാഹു നാളെ പൊടിയായതിനു ശേഷം എഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നിന്നെ പൊടിയാക്കിയതിനു ശേഷം നിന്നെ എഴുന്നേൽപ്പിക്കുകയും നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ഖുർആൻ പറഞ്ഞു, വളറബ ലനാ മസല, നമുക്ക് ഒരു ഉപമ വിവരിച്ചു തന്നിരിക്കുന്നു. വനസിയ ഖൽഖ, അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയിട്ടുണ്ട്. ഖാല, ഒരു അവിശ്വാസി ചോദിച്ചു, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആരാണ് നുരുമ്പിപ്പോയതായിട്ടുള്ള എല്ലുകളെ വീണ്ടും ജീവൻ കൊടുത്തു പഴയപടിയാക്കുന്നത്? ഖുൽ, നബിയെ നീ അവർക്ക് മറുപടി കൊടുക്കണം, യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യം അവനെ ആരാണോ സൃഷ്ടിച്ചത് ആ അല്ലാഹു തന്നെ അവന് ജീവൻ നൽകും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അല്ലാഹു ആകട്ടെ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും എല്ലാം അറിയുന്നവനാണ്. സൂറത്ത് യാസീനിലെ 78-79 ആയത്തുകൾ. ഇനി സൂറത്തുൽ ഹജ്ജിലെ 5 മുതൽ 7 വരെയുള്ള ആയത്തുകൾ അവിടെ കൃത്യമായി വിശദീകരിച്ചു. ചിന്തിക്കുന്നവരുടെ ഹൃദയം പിളർക്കുന്ന ചോദ്യങ്ങളും വ്യക്തമായ ബോധ്യപ്പെടുത്തലുകളുമായി ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്തവണ്ണം അള്ളാഹു ബോധ്യപ്പെടുത്തി. യാ അയ്യുഹൻ അന്നാസ്, ഓ മനുഷ്യരെ, യാ അയ്യുഹൻ നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, പുനരുത്ഥാനത്തെ സംബന്ധിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ മറുപടി ഇതാ, ഫൈനാ ഖലഖനാകും മിൻ തുറാബ്, തീർച്ചയായും നാം നിങ്ങളെ മണ്ണിൽ നിന്നാണ് പടച്ചത്. സുമ്മ മിൻ നുത്ഫ, പിന്നെ ബീജത്തിൽ നിന്നും. സുമ്മ മിൻ അലഖ, പിന്നെ മാംസപിണ്ഡത്തിൽ നിന്നും. സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖ, പിന്നീട് രൂപീകരിക്കപ്പെട്ട ഒരു മാംസകഷ്ണത്തിൽ നിന്നും. വഗൈരി മുഖല്ലഖ, രൂപീകൃതമല്ലാത്തതുമായ. ലിനുബയ്യിന ലക്കും, നിങ്ങൾക്ക് നാം കാര്യങ്ങൾ വിവരിച്ചു തരാൻ വേണ്ടി. വനുഖിറു ഫിൽ അർഹാമി മാ നശാ ഇലാ അജലിൻ മുസമ്മ, പിന്നീട് മാതാക്കളുടെ ഗർഭാശയത്തിൽ നിശ്ചിതമായ ഒരു കാലയളവ് വരെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിങ്ങളെ ഭദ്രമായി നാം ഉറപ്പിച്ചു നിർത്തുന്നു. സുമ്മ നുഖ്രിജുകും തുഫ്ല, പിന്നീട് മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് ഒരു ശിശുവായി നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരുന്നു. ഇതേതെങ്കിലും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇതൊക്കെ ചെയ്തവനായ അള്ളാഹുവിന് എന്താണ് ഒരു പ്രയാസം? മരിച്ചതിന് ശേഷം രണ്ടാമത് എഴുന്നേൽപ്പിക്കാൻ. ശൂന്യതയിൽ നിന്ന് ആദ്യം നിങ്ങളെ ഉണ്ടാക്കിയില്ലേ? അത്ഭുതകരമായ ക്രമീകരണങ്ങളോടെ ശരാശരി 9 മാസം, ഒരാഴ്ചക്കാലം മാതാവിന്റെ ഗർഭാശയത്തിൽ അത്ഭുതകരമായി ബീജം
ഭ്രൂണമായും മാംസപിണ്ഡമായും ഒരു ശിശുവായും എങ്ങനെയാണ് അത്ഭുതകരമായി വളർത്തപ്പെട്ടത്, ഭദ്രമായ ആ ഗർഭാശയത്തിൽ അതിനെ ഉറപ്പിച്ചു നിർത്തിയത്, എന്നിട്ട് സുരക്ഷിതമായി മാതാക്കൾ പ്രസവിച്ച് അതിനെ എങ്ങനെയാണ് അള്ളാഹു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നിങ്ങനെ കൃത്യമായി എടുത്തു കാണിച്ചു. സുമ്മലിതബ്ലുഗു അശുദ്ധക്കും, ഇനി പുറത്തു വന്നാൽ നിങ്ങൾ പ്രായപൂർത്തിയെത്തും. വമിൻകും മൻ യുതവഫാ, പിന്നെ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ മരണപ്പെട്ടു പോകുന്നവരുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദിൽ ഉമർ, വേറെ ചില ആളുകൾ പെട്ടെന്നൊന്നും മരിച്ചു പോകാതെ ആയുസ്സിന്റെ അങ്ങേയറ്റത്തെ ക്ഷീണത്തിലേക്ക് അങ്ങേയറ്റത്തെ വാർദ്ധക്യം വരെ എത്തുന്നവരുമുണ്ട്. എത്രത്തോളം എന്നാൽ അറിവിന്റെയും ബോധത്തിന്റെയും ഒരു കാലത്തിന് ശേഷം അറിവും ബോധവുമില്ലാത്ത കാര്യങ്ങളൊന്നും തിരിച്ചറിയാത്ത അത്തും വിത്തുമാകുന്ന വാർദ്ധക്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന അത്തരം ആളുകളും കൂട്ടത്തിലുണ്ട്. വതറൽ അർള ഹാമിദ, ഈ ഭൂമിയെ നിങ്ങൾ കുറച്ചതായി കാണാം. ഫഇദാ അൻസൽനാ അലൈഹൽ മാ, ആ ഭൂമിയിലേക്ക് മഴ ചൊരിയുന്നു. ഇഹ്തസ്സത്ത്, ആ ഭൂമി ആ മഴ ചൊരിയുമ്പോൾ ഒന്ന് വിറയ്ക്കും. വറബത്ത്, അതിൽ നിന്ന് ചെടികൾ വളരും. വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, വിസ്മയകരമായ വ്യത്യസ്ത ഇനം ചെടികളെ അവൻ ആ മഴ മുഖേന മുളപ്പിക്കുകയും ചെയ്യും. രണ്ട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. മരണപ്പെട്ടവർ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആദ്യത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത് അതേ പ്രകാരം തന്നെയാണ്. രണ്ടാമതായി പറഞ്ഞു, വരണ്ടുണങ്ങിയ ഒരു ഭൂമിയിലേക്ക് മഴ വർഷിച്ചാൽ എങ്ങനെയാണ് ചെടികൾ വീണ്ടും മുളച്ചു വരുന്നത്, വിത്തിൽ നിന്ന് വീണ്ടും ചെടികൾ മുളച്ചു വരുന്നത് പോലെ നിങ്ങൾ മരണത്തിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതാണ് കാര്യം. തീർച്ചയായും അല്ലാഹു അവനാണ് സത്യം. തീർച്ചയായും അല്ലാഹു മരണപ്പെട്ട മുഴുവൻ ആളുകളെയും ജീവിപ്പിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. തീർച്ചയായും അന്തിമനാൾ അത് വരുന്നത് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഖബറുകളിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്തുൽ ഹജ്ജിലെ 5 മുതൽ 7 വരെ ആയത്തുകളിലൂടെ മനോഹരമായ ഉപമകളിലൂടെ മറ്റു സ്ഥലങ്ങളിലും ഇതേ വസ്തുത അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. ഫൻലുർ, നിങ്ങൾ നോക്കുവിൻ, ചിന്തിക്കുവിൻ. ഇലാ ആസാരി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. മഴ വർഷിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കണം. കൈഫ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, എങ്ങനെയാണ് അല്ലാഹു ഭൂമിയെ അതിന്റെ നിർജീവതയ്ക്ക് ശേഷം ജീവൻ നൽകി സജീവമാക്കിയത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്ന ദാലിക ലമുഹ്യിൽ മൗത, തീർച്ചയായും അതാണ് കാര്യം. അല്ലാഹു നിർജീവമായതിനെ ജീവിപ്പിക്കുന്നവൻ തന്നെയാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 50-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാം. വീണ്ടും പറഞ്ഞു, വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ ബിഖദർ, ആരാണോ ആകാശത്തു നിന്നും കൃത്യമായ ഒരു കണക്കനുസരിച്ച് മഴ വർഷിച്ചത്, ഫഅൻശർനാ ബിഹി ബൽദത്തൻ മൈത, വരണ്ടുണങ്ങിയ ഈ ഭൂമിയിലേക്ക് ആ മഴയെ വ്യാപിപ്പിച്ചത് ആരാണ്? കദാലിക തുഖ്റജൂൻ, അങ്ങനെ ഭൂമിയിലുടനീളം മഴ വന്ന് ചെടികൾ മുളക്കുന്നത് പോലെ അപ്രകാരം തന്നെയാണ് നിങ്ങളൊക്കെ മരണപ്പെട്ട് മഖ്ബറയിലായതിനു ശേഷം ഓരോരുത്തർ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നത് എന്നും 43-ാമത്തെ അധ്യായം സൂറത്തു സുഖ്റുഫിലെ 11-ാമത്തെ ആയത്തിലും കാണാം. വീണ്ടും വമിൻ ആയാതിഹി, അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന്റെ തെളിവുകളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അന്നക തറൽ അർള ഖാശിയ, തീർച്ചയായും നിങ്ങൾ ഭൂമിയെ കീഴ്പ്പെട്ടതായി കാണുന്നു. ഫൈദാ അൻസൽനാ അലൈഹൽ മാ ഇഹ്തസ്സത് വറബത്, ഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോൾ അതൊന്ന് കിടുങ്ങും, അതിൽ ചെടികൾ ഇങ്ങനെ വളർന്നു വരും. ഇന്നല്ലദീ അഹ്യാഹാ, തീർച്ചയായും ആരാണ് ഭൂമിക്ക് ജീവൻ നൽകിയത്, അതിൽ വീണ്ടും മഴ മുഖേന ചെടികളെ ഉൽപ്പാദിപ്പിച്ചത്, ലമുഹീൽ മൗത, അവൻ മരണപ്പെട്ട മുഴുവൻ ആളുകളെയും ജീവിപ്പിക്കുന്നവൻ തന്നെയാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇനി അള്ളാഹുവിന്റെ ഖുദ്റത്തുകൾ എണ്ണി പറഞ്ഞുള്ള മറുപടികൾ കാണണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായി ധാരാളം ജുമഅകളിൽ മിമ്പറിൽ വെച്ച് പൂർണ്ണമായി പാരായണം ചെയ്ത ഒരു സൂറത്തുണ്ട്, സൂറത്തു ഖാഫ്. നമുക്ക് കാണാം, ആ സൂറത്തിൽ ഉമ്മു ഹിശാം ബിൻതു ഹാരിസ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു,
മാഹത്തു ഖാഫ് വൽ ഖുർആനിൽ മജീദ് ഇല്ലാ അൻ ലിസാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉഹാ കുല്ല ജുമുഅത്തിൻ അലൽ മിമ്പർ. മിമ്പറിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ നബി സൂറത്തു ഖാഫ് ഓതിക്കൊണ്ടിരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ സൂറത്തു ഖാഫ് മനഃപ്പാഠമാക്കിയത്. മനസ്സിലായില്ലേ? ഇദാ ഖതബന്നാസ്, ജനങ്ങളുടെ ഖുത്ബ പറയുമ്പോൾ. അപ്പോൾ തുടർച്ചയായി ഒരുപാട് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ ശ്രവിക്കാൻ വന്ന സഹാബികളെ സൂറത്തു ഖാഫ് കേൾപ്പിച്ചിട്ടുണ്ട്. എന്താണ് സൂറത്തു ഖാഫിൽ പറയുന്നത്? ഖാഫ് വൽ ഖുർആനിൽ മജീദ്, മഹത്വമേറിയ ഖുർആൻ തന്നെ സത്യം. ബൽ എന്നാൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, അവിശ്വാസികൾ അത്ഭുതപ്പെട്ടുപോയി. അവരിൽപ്പെട്ട ഒരാളെ അവർക്ക് താക്കീതുകാരനായി റസൂലായി അവരിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്നുള്ളത്, അവരിലേക്ക് അങ്ങനെ ഒരു റസൂൽ വന്നു എന്നുള്ളത്. ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്, കാഫിറുകൾ പറഞ്ഞു, സത്യനിഷേധികൾ പറഞ്ഞു, ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ താക്കീതുകാരനായി വരികയോ, അതേപോലെ അയാൾ പറയുന്ന വിഷയം മരണപ്പെട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരികയോ, അതവർ അത്ഭുതകരമായ കാര്യമായി കണ്ടു. ആ ആയത്തിന് രണ്ട് വിശദീകരണമാണ്. റസൂൽ അവരിൽ നിന്ന് വന്നു എന്നത് അവർ അത്ഭുതമായി കണ്ടു. ആ റസൂൽ പറഞ്ഞ മരണാനന്തര ജീവിതം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അത് വിസ്മയകരമായ ഒരു കാര്യം തന്നെ എന്ന് പറഞ്ഞും നിഷേധിക്കുകയാണ് അവർ ചെയ്തത്. എന്നിട്ട് അവർ ചോദിച്ചു, ഐദാ മിത്ന വകുന്നാ തുറാബൻ ദാലിക റജഉൻ ബഈദ്, ഞങ്ങൾ മരിക്കുകയും മണ്ണാവുകയും ചെയ്തതിനു ശേഷം തിരിച്ചു വരുമെന്നോ, അത് വിദൂരമായ ഒരു മടക്കമാണ്, സംഭവിക്കാനിടയില്ല. ഖദ് അലിംനാ, നാം അറിഞ്ഞിട്ടുണ്ട്, മാ തൻഖുസുൽ അർളു മിൻഹും, ഭൂമിയിൽ നിന്ന് അവരിൽ ചുരുങ്ങിപ്പോകുന്നവർ അഥവാ മരണപ്പെട്ടു പോകുന്നവരാരാണ്. വഇൻദനാ കിതാബുൻ ഹഫീദ്, നമ്മുടെ അരികിൽ ഭദ്രമായ ഒരു രേഖയുണ്ട്. ബൽ കദ്ദബൂ ബിൽ ഹഖ്, എന്നാൽ കാഫിറുകൾ സത്യത്തെ തള്ളിക്കളഞ്ഞു. ലമ്മാ ജാഅഹും, ആ സത്യം അവരിലേക്ക് വന്ന സമയത്ത്, ഫഹും ഫീ അംദിൻ മരീജ്, അവർ ആശയക്കുഴപ്പം ഉള്ള കാര്യത്തിലാണ്. സത്യനിഷേധികൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. അഫലം യൻളുറൂ ഇലസ്സമാ, അവർ ആകാശത്തേക്ക് നോക്കുന്നില്ലേ? ആശയക്കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലയോ കാഫിറുകളെ, അല്ലയോ സത്യനിഷേധികളെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ. ഫൗഖഹും, അവരുടെ മുകളിലുള്ള ആകാശത്തിലേക്ക് എന്തുകൊണ്ട് അവർ നോക്കുന്നില്ല? നിങ്ങൾക്ക് നോക്കിയാൽ കൈഫ ബനൈനാഹ, എങ്ങനെയാണ് നാം ആകാശത്തെ പടുത്തുയർത്തിയത്. വസയ്യന്നാഹ, എങ്ങനെയാണ് നാം ആകാശത്തെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചത്. അതേപോലെ വമാലഹാ മിൻ ഫുറൂജ്, ആകാശത്തിൽ ഒരു ന്യൂനതയും ഒരു വിടവും ഒരു പോരായ്മയും നിനക്ക് കാണാൻ കഴിയില്ല. അത്ഭുതകരമായി അള്ളാഹു സങ്കീർണമായ ആകാശം സൃഷ്ടിച്ചത് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? ആ അള്ളാഹുവിന് അതിനേക്കാൾ നിസ്സാരമായി നിന്നെ രണ്ടാമത് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക എന്നത് ദുഷ്കരമായ ഒരു സംഗതിയാണോ? ഒരിക്കലുമല്ല. വീണ്ടും പറഞ്ഞു, വൽ അർള മദദിനാഹ, ഇനി നിങ്ങൾ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കണം. എങ്ങനെയാണ് നാം ഭൂമിയെ പരന്ന ഭൂമിയാക്കി മാറ്റിയത്. വൽഖൈനാ ഫിഹാ റവാസിയ, എങ്ങനെയാണ് നാം ഭൂമിയിൽ പർവ്വതങ്ങളെ ഇട്ടത് സ്ഥാപിച്ചത്. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, വിസ്മയകരമായ വ്യത്യസ്ത ഇനം ചെടികളെ ആ ഭൂമിയിൽ നാം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഭൂമിയെ ഇങ്ങനെ അത്ഭുതകരമായി സൃഷ്ടിക്കുകയും അതിൽ ചെടികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത പ്രവർത്തനം നടത്തിയ അള്ളാഹുവിന് നിങ്ങളെ രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വല്ല പ്രയാസവുമുണ്ടോ? ആകാശങ്ങളെ അത്ഭുതകരമായി സൃഷ്ടിച്ചത്, ഭൂമിയെ വിസ്മയകരമായി സംവിധാനിച്ചത് തബ്സിറത്തൻ, ഒരു ഉൾക്കാഴ്ചയും തെളിവുമായിട്ടാണ്. വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്, റബ്ബിലേക്ക് മടങ്ങുന്ന എല്ലാ അടിമകൾക്കും ഉത്ബോധനമായിട്ടാണ്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, ആകാശത്തു നിന്ന് അനുഗ്രഹപൂർണമായ മഴ നാം വർഷിച്ചു കൊടുത്തു. ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, ആ മഴ മുഖേന തോട്ടങ്ങളും കൊയ്തെടുക്കാവുന്ന ധാന്യങ്ങളും നാം ഉൽപ്പാദിപ്പിച്ചു കൊടുത്തു. വന്നഖല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ്, അടുക്കടുക്കായ കുലകളുള്ള ഈത്തപ്പനകളെ നാം ഉണ്ടാക്കി കൊടുത്തു. റിസ്ഖൻ ലിൽ ഇബാദ്, എല്ലാ അടിമകൾക്കും ഭക്ഷണമായി കൊണ്ടും. എന്നിട്ടോ വഹയൈനാ ബിഹി ബൽദതൻ മൈത, ആ മഴ മുഖേന നിർജീവമായ ഒരു നാടിനെ നാം ജീവൻ നൽകി, അത് സജീവമാക്കി. കദാലികൽ ഖുറൂജ്, അങ്ങനെയാണ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക. കൽസബത്ത് ഖബലഹും ഖൗമു നൂഹിൻ, മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചവർ അവരുടെ മുമ്പ് നൂഹിന്റെ ജനതയുണ്ടായിരുന്നു. വഅസ്ഹാബുർ റസ്സ് വസമൂദ്, അസ്ഹാബുർ റസ്സ് എന്ന് പറയുന്ന കാഫിറുകളും സമൂദ് ഗോത്രവും ഇപ്രകാരം നിഷേധിച്ചവരാണ്, വിചാരണയെ നിഷേധിച്ചവരാണ്. വആദുൻ വഫിറഔൻ വഇഖ്വാനു ലൂത്ത്, ആദിന്റെ ജനതയും ഫിറഔനിന്റെ ആളുകളും ലൂത്തിന്റെ സഹോദരന്മാരും അവരൊക്കെ ഇങ്ങനെ മരണാനന്തര ജീവിതത്തിൽ വിചാരണയ്ക്ക് വേണ്ടി
നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും എന്നതിനെ നിഷേധിച്ചിട്ടുണ്ട്. അറബ് അവരോട് ചോദിക്കുന്നു, അഫഅഈനാ ബിൽ ഖൽഖിൽ അവ്വൽ, നിങ്ങൾ എന്താണ് പറയുന്നത്? ഒന്നാമത്തെ സൃഷ്ടി കൊണ്ട് അള്ളാഹു ക്ഷീണിച്ചു പോയോ? നിങ്ങൾ ആദ്യം സൃഷ്ടിച്ചപ്പോൾ തന്നെ അള്ളാഹു എന്താ തളർന്നുപോയോ? അപ്പൊ ഈ മഹാസൃഷ്ടിപ്പുകൾ നടത്തിയ, അണ്ഡകടാഹങ്ങളെ സംവിധാനിച്ച, മഹത്തായ വലിയ ആകാശത്തെ പടുത്തുയർത്തിയ, ഭൂമിയെ സുരക്ഷിതമായി ചെടികളുമായി സജീവമാക്കിയ അള്ളാഹു നിങ്ങളെ ഒന്നാമത്തെ വട്ടം സൃഷ്ടിച്ചപ്പോഴേക്ക് ക്ഷീണിച്ച് തളർന്നുപോയി. ഇനി രണ്ടാമത് അവന് നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുകയില്ലയോ എന്നുള്ള പരിഹാസത്തോടു കൂടിയുള്ള മറുപടിയാണ് കാഫിറുകളുടെ ഹൃദയങ്ങളിലേക്കും കാതുകളിലേക്കും അള്ളാഹു ഇട്ടുകൊടുക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ബൽ, എന്നാൽ അതല്ല കാര്യം. ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിയായി വരുന്നതിനെ കുറിച്ച് കാഫിറുകൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. മരണപ്പെട്ടു പോകുമെന്നത് സത്യമാണ്, ആലമുൽ ബർസഖ് സത്യമാണ്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നത് സത്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ അവകാശമുള്ളവൻ അത് തെളിവുകളോട് പറഞ്ഞു. മറ്റാർക്കും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല. ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് മരിപ്പിക്കുന്നത്, അവന് മാത്രമേ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയാൻ പറ്റൂ. സൃഷ്ടിപ്പിൽ പങ്കില്ലാത്തവർ, മരണത്തിൽ പങ്കില്ലാത്തവർ, അവരാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിരുദ്ധമായ ആശയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൃഷ്ടിച്ചവൻ വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാ റസൂലുമാരും ഒരേ രീതിയിൽ തന്നെയാണ് മരണാനന്തര ജീവിതത്തെയും പരലോകത്തെയും പരിചയപ്പെടുത്തിയതും. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിയ, അന്നേ ദിവസമാണ് ആ മഹാസംഭവം സംഭവിച്ചിട്ടുള്ളത്. വൻശഖത്തിസ് സമാഉ ഫഇദാ ഹിയ യൗമഇദിൻ വാഹിയ, ആകാശം പിളർന്നു. അന്നേ ദിവസം ആകാശം ദുർബലമായി പോയി, കടലാസുകൾ പോലെയായിപ്പോയി. വൽ മലക്കു അലാ അർജാഇഹാ, അതിന്റെ നാനാഭാഗങ്ങളിലും മലക്കുകളുണ്ട്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ, അതിലേറ്റവും വലിയ സവിശേഷതയുള്ള 8 മലക്കുകൾ അന്നേ ദിവസം അതിന്റെ റബ്ബിന്റെ അർശനെ വഹിക്കുന്നതാണ്. യൗമഇദിൻ തുറബൂൻ, അന്നേ ദിവസം എല്ലാം പ്രദർശിപ്പിക്കപ്പെടും. ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നിങ്ങളിൽ നിന്നൊരാളും മറഞ്ഞു പോവുകയില്ല, ഒരാൾക്കും ഒളിഞ്ഞു നിൽക്കാൻ കഴിയുകയില്ല. ലോകാന്ത്യത്തോടെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ കൊണ്ടുവരും. സൂറത്തുൽ ഹാഖയിലെ 15 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ ഇത് കൃത്യമായി പറഞ്ഞു. അപ്പോൾ ലോകാന്ത്യം സത്യമാണ് എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ്. ഇസ്ലാമിന്റെ ഈമാൻ കാര്യങ്ങളിൽ, ഇസ്ലാമിന്റെ 6 റുക്കനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കനാണ്. നിർബന്ധമായും എല്ലാ അമ്പിയാക്കളും ദഅവത്ത് നടത്തിയിട്ടുള്ള 3 വിഷയങ്ങൾ, തൗഹീദും റിസാലത്തും ആഖിറത്തും. അതിൽ മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഖിറത്താണ്. മരണാനന്തര ജീവിതം സത്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് തൗഹീദ് നിർബന്ധമായത്. ഈ മരണാനന്തര ജീവിതവും അതിന്റെ വിജയത്തിന് വേണ്ടി തൗഹീദ് വേണമെന്നുള്ളതും പഠിപ്പിക്കാനാണ് അള്ളാഹു റസൂലിനെ അയച്ചതും അവർക്ക് കിതാബുകൾ അവതരിപ്പിച്ചതും. പരലോകം സത്യമായിരുന്നില്ലെങ്കിൽ നമുക്ക് തൗഹീദ് എന്ന വിശ്വാസത്തിന് പ്രസക്തിയില്ല, റസൂലുമാരെ അയക്കേണ്ടതില്ല, കിതാബുകൾ അവതരിപ്പിക്കേണ്ടതില്ല. പരലോകം സത്യമായതുകൊണ്ടാണ് അള്ളാഹു റസൂലുമാരെ അയച്ചത്. പരലോകത്ത് വിജയം നേടുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തൗഹീദ് പഠിപ്പിച്ചതും. അതുകൊണ്ട് ഈ പരലോകത്തെ നിഷേധിക്കുന്നവർ ബുദ്ധിശൂന്യരും തങ്ങളുടെ സ്വത്വത്തെ തന്നെ നിഷേധിക്കുന്നവരും ഇവിടെ പച്ചയായി ജീവിക്കുന്നത്, സംസാരിക്കുന്നത്, എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ അവർക്ക് വേണ്ടി അള്ളാഹു ചൊരിഞ്ഞു കൊടുത്തത്, ഇതെല്ലാം നിഷേധിക്കുന്ന തമ്മാടികളും മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരും തലയില്ലാത്തവരും മാത്രമേ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് സന്തോഷത്തോടെ അള്ളാഹുവിന്റെ സവിശേഷമായ തണൽ ലഭിക്കുന്ന രൂപത്തിൽ എല്ലാ വിഹ്വലാവസ്ഥയിൽ നിന്നും ഭീകരതയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് മുഖപ്രസന്നതയോടെ അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ്. ഉയർത്തെഴുന്നേൽപ്പ് നടപ്പാക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വഹശർനാഹും, നാം എല്ലാവരെയും അവരെ ഒരുമിച്ച് കൂട്ടി. ഫലം നുഗാദിർ മിൻഹും അഹദ, അവരിൽ നിന്ന് ഒരാളെയും വിട്ടുപോയിട്ടില്ല. കോടിക്കണക്കായ മനുഷ്യർ ആദം അലൈഹിസ്സലാം മുതൽ ലോകാന്ത്യം വരെ ജീവിക്കാനിരിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ വിട്ടുപോകില്ല, ഒരുത്തനും വിട്ടുപോകില്ല. ലോകത്തിന്റെ ഏത് ദിക്കിൽ എവിടെ മരണപ്പെട്ട ആരോരുമില്ലാത്ത ഏതെങ്കിലും കാടുകളിൽ മരിച്ചു വീണവനാണെങ്കിൽ പോലും, ഏതെങ്കിലും സമുദ്രങ്ങളിലേക്കും ഒറ്റപ്പെട്ട് മുങ്ങിപ്പോയവനാണെങ്കിൽ പോലും, ഏതെങ്കിലും മരുഭൂമികളിൽ തനിച്ചായവേ അവിടെ മരണപ്പെട്ടവനാണെങ്കിൽ പോലും എല്ലാവരെയും അള്ളാഹു നാളെ കൊണ്ടുവരിക തന്നെ ചെയ്യും.
വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ, അല്ലാഹുവാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചവൻ. സുമ്മ യുഈദുഹു, അവൻ അത് ആവർത്തിക്കും. വഹുവ അഹ്വനു അലൈഹി, രണ്ടാമത് നമ്മളെ കൊണ്ടുവരിക എന്നത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. അള്ളാഹുവിന് ഭാരമില്ല, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വയഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ ചോദിക്കും, ഐദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ, മരണപ്പെട്ടതിന് ശേഷം വീണ്ടും ജീവനോടെ പുറത്തേക്ക് തന്നെ കൊണ്ടുവരപ്പെടും എന്നാണോ? അവലാ യദ്കുറുൽ ഇൻസാനു, അങ്ങനെ ചോദിക്കുന്നവ മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലേ? അന്നാ ഖലഖനാഹു മിൻ ഖബ്ൽ, നേരത്തെ എങ്ങനെയാണ് നാം അവനെ സൃഷ്ടിച്ചത്? വലം യകു ഷൈഅ, അവൻ ഒന്നുമായിരുന്നില്ല. ശൂന്യതയിൽ നിന്ന് മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇന്ന് 50 വയസ്സുള്ള ഒരാൾ 51 വർഷം മുമ്പ് എവിടെയാണ്? 40 വയസ്സുള്ള ഒരാൾ 41 വർഷം മുമ്പ് എവിടെയാണ്? ഒരഡ്രസ്സുമില്ല. അത്രയും ശുദ്ധശൂന്യതയിൽ നിന്ന് നിങ്ങളെ വ്യക്തിത്വമുള്ള ഒരാളാക്കി മാറ്റിയതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അത് അപ്രകാരം അള്ളാഹു കൊണ്ടുവരുമെന്നും സൂറത്തു മറിയമിലെ 66, 67 ആയത്തുകളിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല്ലാഹു തബാറക വതആല, എന്റെ അള്ളാഹു പറയുകയാണ്, അനുഗ്രഹപൂർണ്ണനും അത്യുന്നതനുമായ അള്ളാഹു പറഞ്ഞു, കദബനി ഇബ്നു ആദം, മനുഷ്യൻ കള്ളം പറഞ്ഞു. എന്താണ് മനുഷ്യർ പറഞ്ഞ കള്ളം? വലം യകു യംബഗി ലഹു അൻ യക്ദിബനി, എന്നോട് കള്ളം പറയാൻ അവന് പാടുണ്ടായിരുന്നില്ല. വശതമനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ശകാരിച്ചു. വലം യകു യംബഗി ലഹു അൻ യസ്തമനി, എന്നെ ശകാരിക്കുക എന്നത് അവന് പാടുണ്ടായിരുന്നില്ല. അമ്മാ തക്ദീബുഹു, എന്താണ് അവൻ പറഞ്ഞ കള്ളം? എന്നാൽ അവൻ പറഞ്ഞ കള്ളം ഇയ്യായ, എന്നോട് അവൻ പറഞ്ഞ കള്ളം, ഫഖൗലുഹു ഇന്നി ലാ ഉഈദുഹു കമാ ബദഅതുഹു, ഞാൻ അവനെ തുടങ്ങിയതുപോലെ, ആദ്യം സൃഷ്ടിച്ചതുപോലെ മരണത്തിന് ശേഷം രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന് മനുഷ്യൻ പറഞ്ഞു. അവൻ പറഞ്ഞത് കളവാണ്, ആ കളവ് അവൻ പറയാൻ പാടുണ്ടായിരുന്നില്ല എന്നാണ്. അതേപോലെ എനിക്ക് പുത്രനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കുകയാണ് ചില ആളുകൾ ചെയ്തിട്ടുള്ളത്. അവനത് ചെയ്യാൻ പാടില്ല. ഞാൻ അല്ലാഹുവാണ്, ഞാൻ ഒരുവനാണ്, സമദാണ്. അനല്ലാഹു ലഹദു സമദ് ലം അലിദ് വലം ഊലദ്, ഞാൻ കുട്ടികളെ ജനിപ്പിച്ചവനോ ഒരു സന്താനമായി ജനിച്ചതോ അല്ല. വലം യകുല്ലി കുഫുവൻ അഹദ്, എനിക്ക് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് അള്ളാഹു നേരിട്ട് സംസാരിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുദ്സിയായ ഒരു ഹദീസ് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ സ്വഹീഹായി വന്നത് കാണാൻ സാധിക്കും. ചുരുക്കം, അവലം യറൗ, അവർ ചിന്തിച്ചിട്ടില്ലേ, അന്നല്ലാഹ അല്ലദീ ഖലഖ സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹു, വലം യഅയ ബിഖൽഖിഹിന്ന, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് ക്ഷീണിച്ചു പോയിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? ബിഖൽഖിഹിന്ന, അവയെ സൃഷ്ടിച്ചുകൊണ്ട്, ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, അവൻ മരണപ്പെട്ട മുഴുവൻ ആളുകളെയും ജീവിപ്പിക്കാൻ കെൽപ്പുള്ളവനാണ്. ബല, അതെ, ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 33-ാമത്തെ ആയത്ത്. ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. ഉയർത്തെഴുന്നേൽപ്പ് ഒരു സത്യമാണ്. ഉയർത്തെഴുന്നേൽപ്പ് ഒരു നീതിയാണ്. ഉയർത്തെഴുന്നേൽപ്പില്ലായിരുന്നുവെങ്കിൽ, പരലോകമില്ലായിരുന്നെങ്കിൽ റബ്ബിനെ കുറിച്ച് അനീതി കാണിക്കുന്നവനെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ദുനിയാവിൽ പലരും പല അവസ്ഥയിലാണ്. സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും കാര്യത്തിൽ, നേട്ടത്തിന്റെയും കോട്ടത്തിന്റെയും കാര്യത്തിൽ, പ്രയാസത്തിന്റെയും ആശ്വാസത്തിന്റെയും കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. അപ്പൊ അള്ളാഹു അനീതി കാണിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷേ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു ഓരോരുത്തർക്കും തുല്യമായും പൂർണ്ണമായും കൃത്യമായും പ്രതിഫലം നൽകുമ്പോൾ നമുക്കറിയാം അള്ളാഹു അനീതി കാണിക്കുന്നവനല്ല. അധർമ്മം പ്രവർത്തിച്ചവർക്കാണ് അവൻ നരകത്തിലേക്ക് വഴി കാണിക്കുന്നത്. നീതിമാന്മാരെയും സത്യവിശ്വാസികളെയും മുവഹിദുകളെയും സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ അതിന്റെ അനുഭൂതികൾ നുകരാൻ വേണ്ടി അവൻ വിടുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നീതിമാനാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഒരു തരിമ്പ് പോലും, ഒരു കാരക്കക്കുരുവിന്റെ പാടയുടെ അളവ് പോലും വലാ യുളമു മിൻഹു ഫതീല, അവർ ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിന്റെ റബ്ബ് ഒരിക്കലും അടിമകളോട് അനീതി കാണിക്കുന്നവനല്ല. അള്ളാഹുവേ, നീ ഒരിക്കലും നിന്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് സത്യവിശ്വാസികൾ വമാ അൻത ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുകയില്ല. അള്ളാഹുവിന്റെ നീതി അത് വ്യക്തമാകണമെങ്കിൽ അന്തിമനാൾ ഉണ്ടായേ മതിയാകും. നീതിയുടെ താല്പര്യവും പരലോകമാണ്. ശരി, ഇനി ഉയർത്തെഴുന്നേൽപ്പോടുകൂടി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കാനിരിക്കുന്നു, അതിന്റെ വ്യക്തമായ പ്രമാണങ്ങൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, നാം മുസ്ലിങ്ങളെ കുറ്റവാളികളെ പോലെ ആക്കുമെന്നാണോ? മാലക്കും, നിങ്ങൾക്കെന്തു പറ്റി? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എന്ത് വിധിയാണ്, എങ്ങനെയാണ് വിധി പറയുന്നത്? സത്യവിശ്വാസികളായും മുവഹിദുകളായും നന്മ ചെയ്ത് ജീവിച്ച അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ച യഥാർത്ഥ മുസ്ലിങ്ങൾ, അതേപോലെ കുഫറിലും സൃഷ്ടിപൂജയിലും ഹറാമുകളിലും തോന്നിവാസങ്ങളിലും ജീവിച്ച അവിശ്വാസികളും പാപികളും, ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എന്ന് നിങ്ങൾ കരുതിയോ?
ഒരിക്കലുമല്ല, തികച്ചും വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസമെന്ന് നമ്മൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. ഇത് സൂറത്തും അൽ ഖലമിലെ 35-36 ആയത്തുകളാണ്. വീണ്ടും സൂറത്തു സ്വാദിലെ 28 അം നജഅലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കൽ മുഫ്സിദീന ഫിൽ അർള്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന പോലെ, അവിശ്വാസികളും കുഴപ്പക്കാരുമായ തമ്മാടികളെപ്പോലെ തന്നെ അവരെ നാം ആക്കുമെന്നാണോ കരുതിയത്? അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. തഖ്വയോടെ ജീവിക്കുന്നവരെ തമ്മാടികളെ ജീവിച്ചവരെ പോലെ തന്നെ ആക്കുമെന്നാണോ കരുതിയത്? രണ്ടു കൂട്ടരും ദുനിയാവിൽ രണ്ടു കൂട്ടരും ഒരുപോലെയാണല്ലോ. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നന്മ ചെയ്യുന്നവരിലും കാണാനുണ്ട്, തിന്മ ചെയ്യുന്നവരിലും കാണാനുണ്ട്. ഇതിങ്ങനെ ഒരുപോലെ തന്നെ ജീവിച്ചല്ല, ദുനിയാവിലെ ഒരുപോലെ ഉണ്ടാവുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ സത്യവിശ്വാസികളും ഫാജിറുകളും തമ്മാടികളും ഒരുപോലെയല്ല, അവിശ്വാസികളും ഒരുപോലെയല്ല. കൃത്യമായി പറഞ്ഞു. അം ഹസിബല്ലദീന ജതറഹുസ് സയ്യിആത്ത്. തിന്മകൾ ചെയ്തു കൂട്ടുന്നവർ, അവിശ്വാസികൾ, അധർമ്മികൾ, മുനാഫിഖുകൾ, കാഫിറുകൾ അവർ വിചാരിച്ചുവോ? എന്ത്, നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണോ? അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അവരെ പോലെ തന്നെ നിങ്ങളെയും ആക്കുമെന്ന് നിങ്ങൾ കരുതിയോ? എന്ന് പറഞ്ഞാൽ സവാഅം മഹിയാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാക്കുമെന്ന് നിങ്ങൾ കരുതിയോ? എന്ന് പറഞ്ഞാൽ ജീവിതം ഒരുപോലെയാണ്, പക്ഷെ മരണം അങ്ങനെയല്ല. സത്യവിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും ജീവിതം ഒരുപക്ഷെ ഒരുപോലെയാണ്. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, അതേപോലെ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ. ഇവിടെ സത്യവിശ്വാസം സത്യനിഷേധം എന്നുള്ളത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പ്രത്യക്ഷമായി പരിശോധിച്ചാൽ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ദുനിയാവിന്റെ സൗകര്യങ്ങൾ, ദുനിയാവിന്റെ പരീക്ഷണങ്ങൾ ഒരുപോലെയാണ് അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ജീവിതം. എന്നാൽ മരണവും മരണാനന്തരവും അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചു. ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശ്വാസികളും ഞങ്ങൾ നിഷേധികളായിട്ടും അള്ളാഹു ഞങ്ങൾക്ക് മഴ തരുന്നു, ആരോഗ്യം തരുന്നു, സന്തോഷം തരുന്നു, ആസ്വാദനം തരുന്നു, മധുരം തരുന്നു. ഞങ്ങൾ നിഷേധികളായി ജീവിച്ചിട്ടും അള്ളാഹു ഇതൊക്കെ ഞങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ. ഇനി മരിച്ചു കഴിഞ്ഞാലും സ്വർഗവും അള്ളാഹു ഞങ്ങൾക്ക് നൽകുമെന്ന് നിങ്ങൾ കരുതിയോ? സത്യവിശ്വാസികൾക്കും നിങ്ങൾക്കും മരണവും ജീവിതവും ഒരുപോലെയാണെന്ന് കരുതിയോ? ജീവിതം ഒരുപക്ഷെ ഒരുപോലെയാണ്, മരിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ കൃത്യമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സൂറത്തുൽ ജാസിയയിലെ 21-ാമത്തെ ആയത്തിലും കാണാം. ഇനി ഒരുപോലെയാണ് സവാഅം മഹിയാഹും വമമാതുഹും, ജീവിതവും മരണവും സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ഒരുപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ സ്വർഗത്തിലാണെങ്കിൽ നിഷേധികളും സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. സത്യനിഷേധികൾ ആരെങ്കിലും നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ വിശ്വാസികളും നരകത്തിലൊക്കെ പോകുന്നവരുണ്ടാകും എന്ന് ഈ ദുനിയാവിലെ ജീവിതത്തെ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തീർപ്പ് പറയുന്നത് വളരെ മോശമായിരിക്കുന്നു. ഇതാണ് ഖുർആൻ വ്യക്തമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എനിക്ക് പ്രത്യേകമായി വസിയത്ത് ചെയ്യാനുള്ള കാര്യം, നമ്മൾ വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നേരെയാണിക്കും ഇത് നമുക്ക് എടുക്കാൻ പാടില്ല. പുരുഷന്മാർ, സ്ത്രീകൾ നമ്മൾ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന പോലെ, കല്യാണ വീട്ടിലേക്കൊക്കെ പോകുന്ന പോലെ, കല്യാണ വീട്ടിലേക്കും മാർക്കറ്റിലേക്കും ഒന്നും ഇവിടുത്തെ അവിശ്വാസികളുടെ വസ്ത്രം ധരിച്ച് നമ്മൾ പോകാൻ പാടില്ല. ഒരു യുവതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അന്യപുരുഷന്മാർക്ക് ആസ്വദിക്കാനുള്ളതല്ല, അവരുടെ കണ്ണുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല. നമ്മുടെ ഓരോ നടപടികളും റബ്ബിന്റെ അരികിൽ കൂലങ്കഷമായി വിചാരണ ചെയ്യപ്പെടും. റബ്ബ് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കാര്യം കഷ്ടമാണ്, വളരെ പ്രയാസത്തിലായിരിക്കും. അതുകൊണ്ട് പള്ളികളിലേക്ക് വരുന്ന സമയത്ത് പോലും വസ്ത്രത്തിലൊന്നൊരു ശ്രദ്ധയില്ലാതെ ഇവിടുത്തെ അവിശ്വാസികളും യുക്തിവാദികളും ഫെമിനിസ്റ്റുകളും ഒക്കെ പറയുന്നവർ മനഃപൂർവ്വം ആയിരിക്കില്ല. ഇതൊന്നും വലിയ കുറ്റമല്ല, കുറ്റമാണെന്ന് പറഞ്ഞെടുക്കാൻ ഒന്നുകിൽ രക്ഷിതാക്കളുണ്ടാവണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ദീനീ വിദ്യാഭ്യാസം കിട്ടുന്ന പശ്ചാത്തലം ഉണ്ടാകണം. അതില്ലാത്തത് കൊണ്ടോ ഇനി ഉണ്ടായിട്ടും അതൊന്നും ഗൗരവമായി കാണാത്തത് കൊണ്ടോ പലരും പുരുഷന്മാരെ വസ്ത്രമൊക്കെ ധരിച്ചു വരെ, പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു കഷ്ടം കൂടി പുറത്തു വന്നാൽ പള്ളികളിലേക്കൊന്നും വരുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ വസ്ത്രം ധരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അവിശ്വാസികളുടെ വസ്ത്രം ധരിക്കരുത്, പുരുഷന്മാരുടെ ഇതിന് സമാനമായ വസ്ത്രം ധരിക്കരുത്. സ്ത്രീകൾ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിലൊരു കാരണം അവർ വസ്ത്രം ധരിച്ചവരാണ്, എന്നാൽ നഗ്നരാണ് എന്നുള്ളതാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ രൂപത്തിലല്ല. നിങ്ങൾ ഹുറുമത്തിന്റെ, പവിത്രതയുടെ, തഖ്വയുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് വേണം ആരാധനാലയങ്ങളിലേക്ക് വരാൻ. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആ രൂപത്തിൽ പക്വതയും ശ്രദ്ധയും വെച്ച് പുലർത്തുന്ന, എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയാൽ ഓർമ്മപ്പെടുത്തുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്ന തഖ്വയുള്ള സത്യവിശ്വാസികളിൽ, സത്യവിശ്വാസിനികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على إطاعتك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات وصلى الله على من لا نبي بعده.